നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചരിത്രം എഴുതി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. മദർ ഓഫ് ഓൾ ഡീൽസ്, ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടപാടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്ര മുഹൂർത്തമെന്ന് യൂറോപ്യൻ യൂണിയൻ. പ്രതിരോധ സുരക്ഷാ കരാറും ഒപ്പുവെച്ചു. യൂറോപ്യൻ നിർമ്മിത കാറുകൾക്കും മരുന്നുകൾക്കും മദ്യത്തിനും വില കുത്തനെ കുറയും. തിരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടന്ന് കോൺഗ്രസ്. ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഫെബ്രുവരി 2ാം ആഴ്ചയിൽ. വിജയസാധ്യത നോക്കി മാത്രം സ്ഥാനാർത്ഥി നിർണയം. ശശി തരൂരിനെ CPM-ലെത്തിക്കാൻ ചർച്ച നടത്തിയെന്ന വാർത്ത നിഷേധിച്ച് MA യൂസഫ് അലി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം നൽകാത്തതിൽ SIT-യെ വിമർശിച്ച് ഹൈക്കോടതി. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ഗുരുതരമെന്നും അന്വേഷണത്തിൽ പൊതുജനത്തിന് സംശയമുണ്ടാക്കുമെന്നും കോടതി. PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്ത SIT. പോറ്റിക്കെതിരെ റിയൽ എസ്റ്റേറ്റ് ചെക്ക് തട്ടിപ്പ് പരാതികളിൽ കേസെടുക്കാൻ നീക്കം. സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹവുമായി UDF. പയ്യന്നൂർ CPM ഫണ്ട് തട്ടിപ്പിൽ നിയമസഭയിൽ പ്രതിപക്ഷ ഇറങ്ങിപ്പോക്ക്. പുറത്തുവന്നത് CPM-ന്റെ ജീർണതയെന്ന് പ്രതിപക്ഷം. പ്രതിഷേധിച്ച സ്ത്രീകളടക്കമുള്ളവരെ തല്ലിച്ചതച്ച CPM-ന്റെ അക്രമ രാഷ്ട്രീയം സഭയിൽ ഉന്നയിച്ച് VD സതീശൻ. നയപ്രഖ്യാപന വേളയിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള ഗവർണറുടെ കത്തിന് മറുപടി നൽകില്ലെന്ന് സ്പീക്കർ AN ഷംസീർ. കുവൈറ്റിൽ റമദാൻ മാസത്തിൽ പള്ളികളിൽ നോമ്പുതുറ നടത്തുന്നതിന് പുതിയ 7 നിയന്ത്രണങ്ങൾ. പള്ളികളുടെ പരിധിക്കുള്ളിൽ ഇഫ്താർ ടെന്റുകൾ സ്ഥാപിക്കരുതെന്ന് മുന്നറിയിപ്പ്. ടെന്റുകളിൽ വൈദ്യുതി ബന്ധം പാടില്ല. പള്ളികളിൽ ഇഫ്താർ വിരുന്നുകൾ നടത്താൻ അനുമതി നേടണമെന്നും ഇസ്ലാമിക കാര്യ മന്ത്രാലയം. വിശദമായ വാർത്തകളിലേക്ക്. നിർണായകമായ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. ഡൽഹിയിൽ നടന്ന 16ാമത് ഇന്ത്യ EU ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലിയണും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയും ചേർന്നാണ് പ്രഖ്യാപനം നടത്തിയത്. ഒരു ചരിത്ര നിമിഷത്തിനാണ് ഇന്ന് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും അമേരിക്കയുടെ ശക്തമായ എതിർപ്പും മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ ഒരുമിച്ച് ചേർന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നു. 200 കോടി ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഏറ്റവും നിർണായകമായ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. പുതുയുഗത്തിന് തുടക്കം കുറിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുമായുള്ള മദർ ഓഫ് ഓൾ ഡീൽസ് യാഥാർത്ഥ്യമാവുകയാണെന്ന് പറഞ്ഞാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് കരാറിനെ സ്വാഗതം ചെയ്തത്. ഒരു വ്യാപാര കരാർ എന്നതിനപ്പുറം രാജ്യത്തിന്റെ സമൃദ്ധിയുടെ ബ്ലൂ പ്രിന്റാണ് കരാർ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള GDP-യുടെ 25% ആഗോള വ്യാപാരത്തിന്റെ 1/3 ഈ കരാർ പ്രതിനിധാനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. यूरोपियन यूनियन के लीडर्स भारत के गणतंत्र दिवस समारोह में मुख्य अतिथि के रूप में शामिल हुए. आज एक और ऐतिहासिक अवसर है जब विश्व की 2 सबसे बड़ी लोकतांत्रिक शक्तियां. വ്യാപാര കരാർ കൂടാതെ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യയിലെയും ഇന്തോ പസഫിക് മേഖലകളിലെയും നിലവിലെ സാഹചര്യങ്ങൾ എന്നിവയും ഉച്ചകോടി ചർച്ച ചെയ്തു. ഭീകരവാദത്തെ തടയാനും സമുദ്ര സുരക്ഷയ്ക്ക് ഒന്നിച്ചു പ്രവർത്തിക്കാനും ധാരണയായി. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം തന്നെ സംബന്ധിച്ച് വ്യക്തിപരമാണെന്ന് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ പറഞ്ഞു. താൻ ഒരു വിദേശ ഇന്ത്യൻ പൗരനാണെന്നും തന്റെ പിതാവിന്റെ കുടുംബം ഗോവയിൽ നിന്നാണെന്നും അതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും കോസ്റ്റ പറഞ്ഞു. I am the president of the European Council, but I'm also an overseas Indian citizen. I'm very proud of my roots in Goa, where my father's family came from. And the connection between Europe and India is something personal to me. ആഗോള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സഹകരണമാണെന്നും സുരക്ഷിതമല്ലാത്ത ലോകത്ത് തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതരാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്ത വളർച്ച ഇതിലൂടെ കൈവരിക്കാൻ സാധിക്കും. ഇന്ത്യ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ലോകം കൂടുതൽ സ്ഥിരതയുള്ളതാകുന്നുവെന്നും അതിന്റെ പ്രയോജനം തങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നുവെന്നും ഉർസുല പറഞ്ഞു. India has risen
And Europe is truly glad about it. Because when India succeeds, the world is more stable, more prosperous, and more secure. 2007 തുടങ്ങിയ വ്യാപാര കരാർ ചർച്ചകളാണ് 19 വർഷത്തിന് ശേഷം യാഥാർത്ഥ്യമാകുന്നത്. നിലവിൽ ചർച്ചകൾ പൂർത്തിയായെങ്കിലും കരാർ പ്രാബല്യത്തിൽ വരാൻ 6 മാസമെങ്കിലും എടുത്തേക്കും. അന്താരാഷ്ട്ര രംഗത്ത് വലിയ ചർച്ചകളാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ വഴിവെച്ചിരിക്കുന്നത്. അതേസമയം അമേരിക്ക യൂറോപ്യൻ യൂണിയനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ചതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തെ പിന്തുണയ്ക്കുകയാണെന്നാണ് വൈറ്റ് ഹൗസിന്റെ ആരോപണം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിലൂടെ രാജ്യത്തെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾക്ക് ഗുണം ലഭിക്കും. നയതന്ത്രം, വാണിജ്യം എന്നിവയിലെ ഏറ്റവും നിർണായകമായ ഇടപാടുകളിൽ ഒന്നായി മാറാൻ സാധ്യതയുള്ളതാണ് വ്യാപാര കരാർ. ഒരു വ്യാപാര കരാർ എന്നതിനപ്പുറം രാജ്യത്തിന്റെ സമൃദ്ധിയുടെ ബ്ലൂ പ്രിന്റാണ് കരാർ എന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം സുഗമമാക്കുന്നതിനുള്ള ധാരണാപത്രമാണ് കരാറിന്റെ പ്രധാന നേട്ടം. യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലേക്ക് തൊഴിലിനായി പോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇതോടെ ലളിതമാകും. കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും യൂറോപ്പ് എന്ന വലിയ വിപണി തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത്. മൊബിലിറ്റി കരാർ വഴി ഇന്ത്യയിലുള്ള പ്രൊഫഷണലുകൾക്കും IT കമ്പനികൾക്കും യൂറോപ്പിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. ഇന്ത്യയിലെ ഉൽപ്പാദന സേവന മേഖലകൾക്ക് കരാർ കരുത്തു പകരും. ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് കരാർ. ഏറ്റവും വലിയ മാറ്റം വരിക രാജ്യത്തെ പ്രീമിയം കാർ വിപണിയിലാണ്. കാറുകളുടെ താരിഫ് ക്രമേണ 110% നിന്ന് 10% കുറയും. യൂറോപ്പിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഏകദേശം 97%നും താരിഫ് കുറയ്ക്കുന്നതിനോ ഒഴിവാക്കുന്നതിനോ കരാറിലൂടെ കഴിയുമെന്നാണ് സൂചന. ഓട്ടോമൊബൈൽ, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ, യന്ത്രസാമഗ്രികൾ, രാസവസ്തുക്കൾ, വിമാനങ്ങൾ, ഭക്ഷ്യപാനീയ മേഖലകൾ എന്നിവയ്ക്കൊക്കെ നേട്ടമുണ്ടാകും. ഇന്ത്യയിലെ ആശുപത്രികൾക്കും അനുബന്ധ കേന്ദ്രങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിലുള്ള ഇളവുകളാണ് ലഭിക്കുക. മെഡിക്കൽ ഉപകരണങ്ങൾ, ഫാർമ എന്നിവയ്ക്കും നികുതി ഇളവുകൾ ഉണ്ടാകും. 2030 വരെ നീണ്ടുന്ന വിവിധ മേഖലകളിലെ സഹകരണ അജണ്ടയും ഇതോടൊപ്പം കൈമാറിയിട്ടുണ്ട്. ഗ്രീൻ ഹൈഡ്രജൻ ടാസ്ക് ഫോഴ്സിലും സഹകരണം ഉറപ്പാക്കുന്നതാണ് കരാർ. വ്യാപാരത്തിനപ്പുറം പ്രതിരോധ മേഖലയിലെ സഹകരണവും ശക്തമാക്കാൻ ധാരണയായിട്ടുണ്ട്. സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് പാർട്ട്ണർഷിപ്പാണ് എടുത്തു പറയാവുന്ന മറ്റൊരു നേട്ടം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തിരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടന്ന് കോൺഗ്രസ്. 1ാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഫെബ്രുവരി 2ാം ആഴ്ചയിൽ നടക്കും. 19 സിറ്റിംഗ് മണ്ഡലങ്ങളിലും വിജയസാധ്യതയില്ലാത്ത 20ഓളം മണ്ഡലങ്ങളിലുമായിരിക്കും ആദ്യഘട്ട പ്രഖ്യാപനം. വിജയസാധ്യത നോക്കി മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണയം. MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കൗൺസിലർമാരിൽ ചിലർക്ക് ഇളവ് നൽകും. ശബരിനാഥ് സ്ഥാനാർത്ഥിയാകും. മുതിർന്ന നേതാക്കളിൽ MM ഹസൻ അരുവിക്കരയിൽ മത്സരിക്കാനാണ് സാധ്യത. പത്രക്കാർ ഗോസിപ്പുകൾ ചെയ്യരുതെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ശശി തരൂർ CPM-നോട് അടുക്കുന്നു എന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് തന്റെ പേര് പരാമർശിച്ച പ്രചരണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ശശി തരൂരിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദാവോസിൽ നിന്നും ദുബായിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഇത്തരം വാർത്തകൾ പ്രചരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതെന്നും യൂസഫ് അലി പറഞ്ഞു. ഗവൺമെൻറ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലൈറ്റിൽ ദാവോസിൽ നിന്ന് സൂറിച്ചിൽ വന്നു. ഒരു ദിവസം അവിടുത്തെ ഫുൾ മീറ്റിംഗ് കഴിഞ്ഞു. പിറ്റേ ദിവസം എൻ്റെ ഫ്ലൈറ്റ് വന്ന് ഇവിടെ എത്തുന്നതിന് മുമ്പ് പറഞ്ഞ യൂസഫ് അലി എന്നാണ് ശശി തരൂർ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഇപ്രാവശ്യം. അദ്ദേഹം കഴിഞ്ഞ 6 മാസം മുമ്പ് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഞങ്ങൾക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം എങ്ങനെ കിട്ടുന്നുവെന്ന് കോടതി ചോദിച്ചു. പൊതുജനത്തിന് ഈ സംശയമുണ്ടെന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ ചൂണ്ടിക്കാട്ടി. കുറ്റപത്രം വൈകുന്നതിനാലാണ് പ്രതികൾ ജാമ്യം നേടി പുറത്തിറങ്ങുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നടത്തിയിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് പ്രതികളെല്ലാം സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്നു. സ്വാധീന ശക്തിയുള്ള പ്രതികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അന്വേഷണം അട്ടിമറിക്കും എന്നുള്ളതിൽ സംശയമില്ല. എന്തുകൊണ്ടാണ് ഒരു പ്രാഥമിക കുറ്റപത്രം പോലും ഫയൽ ചെയ്യാത്തതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനോട് ഹൈക്കോടതി ചോദിക്കുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഡിവിഷൻ ബെഞ്ചിനെ പ്രത്യേക അന്വേഷണ സംഘം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. സാധാരണ ജനങ്ങൾ പോലും ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിനെ വിമർശിച്ചത്. എന്തുകൊണ്ട് ഒരു പ്രാഥമിക കുറ്റപത്രം പോലും അന്വേഷണ സംഘത്തിന് ഫയൽ ചെയ്യാൻ പറ്റുന്നില്ല? അതുകൊണ്ട് തന്നെ 90 ദിവസം കഴിയുമ്പോൾ ഓരോരുത്തരായി ഈ രാഷ്ട്രീയ നേതാക്കൾ, അയ്യപ്പന്റെ മുതൽ കെട്ടവർ എന്ന് ആരോപിക്കപ്പെടുന്നവർ
പുറത്തിറങ്ങി പോകുന്നു. മറ്റു വലിയ പ്രതികളെ ഒന്നും കോടതി നിർദ്ദേശിച്ചിട്ട് പോലും ഇവർ അറസ്റ്റ് ചെയ്യുന്നില്ല. സിംഗിൾ ബെഞ്ചിന്റെ കർശനമായ വിമർശനം വന്നപ്പോഴാണ് ഭണ്ഡാരിയെ ഉൾപ്പെടെ അല്ലെങ്കിൽ വിജയകുമാറിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തത്. സിംഗിൾ ബെഞ്ചിന്റെ അതിനിശ്ചിതമായ വിമർശനം വന്നപ്പോഴാണ് അസുഖം അഭിനയിച്ച ആശുപത്രിയിൽ കിടന്ന ശങ്കർദാസിനെ ജയിലിലേക്ക് മാറ്റിയത്. ഇതൊന്നും ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശമല്ല. സിംഗിൾ ബെഞ്ച് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കൊടുത്ത വിമർശനങ്ങളാണ്. ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ വിമർശനങ്ങൾ കൊണ്ട് തന്നെയാണ് പല പ്രതികളും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. സ്വമേധയായി ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നതെന്നാണ് ഇതേ ബെഞ്ചിന്റെ പുതിയ വിമർശനം. ഭണ്ഡാരിയുടെ ഒരു കേസ് റദ്ദാക്കാനുള്ള ഹർജി പരിഗണിക്കവെയാണ് സിംഗിൾ ബെഞ്ച് ഇത്തരം വിമർശനങ്ങൾ ഉതിർത്തത്. ഈ സിംഗിൾ ബെഞ്ചിന്റെ വിമർശനങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ പോയിട്ടും KP ശങ്കർദാസിന് തിരിച്ചടി കിട്ടി. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ മുതൽ കെട്ടത് ആരാണെങ്കിലും അവർ ജയിലിലാവണം എന്നുള്ള സുപ്രീം കോടതി പരാമർശം കൂടി ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും ജസ്റ്റിസ് ബദറുദ്ദീൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ ജഡ്ജിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഗതികേട് കൊണ്ട് അറസ്റ്റുകൾ ചെയ്യേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നുണ്ടെങ്കിലും ഡിവിഷൻ ബെഞ്ചിനെ പ്രത്യേക അന്വേഷണ സംഘം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീൻ ഉയർത്തിയിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം ഭരിക്കുന്ന സർക്കാരും പ്രത്യേക അന്വേഷണ സംഘവും ഹൈക്കോടതിക്ക് നൽകിയേ പറ്റൂ. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് തടയാനുള്ള നീക്കവുമായി പോലീസ്. പോറ്റിക്കെതിരെ പുതിയ കേസുകൾ എടുക്കാനാണ് പോലീസിന്റെ നീക്കം. റിയൽ എസ്റ്റേറ്റ്, ചെക്ക് തട്ടിപ്പ് പരാതികളിൽ പോറ്റിക്കെതിരെ കേസെടുത്തേക്കും. സ്വർണം ചെമ്പാക്കിയതിന്റെ രേഖകൾ ശാസ്ത്രീയ പരിശോധന നടത്തും. അതേസമയം PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. പ്രതികളുടെ മൊഴിപ്പകർപ്പ് SIT EDക്ക് കൈമാറും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഇനിയും വൈകും. ഇതോടെ മുരാരി ബാബുവിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങും. എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയാൽ അത് സർക്കാരിനും പോലീസിനും തിരിച്ചടിയാകും എന്നുള്ളതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ പുതിയ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഷനുകളിൽ പോറ്റിക്കെതിരെ നേരത്തെ പരാതികൾ എത്തിയിരുന്നു. റിയൽ എസ്റ്റേറ്റ്, ചെക്ക് തട്ടിപ്പ് പരാതികളിൽ കേസെടുത്ത് സ്വർണ്ണക്കൊള്ള കേസിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് തടയാനാണ് പോലീസിന്റെ തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വർണം ചെമ്പാക്കിയതിന്റെ രേഖകളുടെ ശാസ്ത്രീയ പരിശോധന നടക്കും. മിനിറ്റ്സ് തിരുത്തിയത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ എന്ന് ഉറപ്പിക്കാനായി കൈയക്ഷരം പരിശോധിക്കും. ഇതിനായി കൈയക്ഷര സാമ്പിൾ ശേഖരിച്ചു. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. ഈ മാസം 24-ന് തിരുവനന്തപുരത്തെ SITയുടെ ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്തിയിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനായിരുന്നു ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് വിവരം. സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിന് ED ഇന്ന് സമൻസ് നൽകിയേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേസിലെ പ്രതികൾ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ വിവരങ്ങൾ തേടുന്നതിനാണ് ED ചോദ്യം ചെയ്യൽ. സാക്ഷികളുടെയും പ്രതികളുടെയും പകർപ്പുകൾ പ്രത്യേക അന്വേഷണ സംഘം EDക്ക് കൈമാറും. മൊഴിപ്പകർപ്പ് ആവശ്യപ്പെട്ട് ED നേരത്തെ SITക്ക് കത്ത് നൽകിയിരുന്നു. നൽകാതിരുന്നാൽ നിയമതർക്കമാകും എന്നതിനാലാണ് മൊഴിപ്പകർപ്പ് നൽകാൻ SIT തീരുമാനിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ഫെബ്രുവരി 10-ന് വീണ്ടും ഹാജരാക്കും. റിമാൻഡ് 90 ദിവസം പിന്നിട്ടാൽ ജാമ്യ ഹർജി സമർപ്പിക്കാനാണ് പത്മകുമാറിന്റെ നീക്കം. മുൻപ് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും ജാമ്യം ലഭിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സഭാ കവാടത്തിൽ സത്യാഗ്രഹം ആരംഭിച്ച് UDF. MLA-മാരായ നജീബ് കാന്തപുരവും CR മഹേഷുമാണ് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സത്യാഗ്രഹം ഇരിക്കുന്നത്. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ സമരം കോടതിയോടാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ഈ സമ്മേളന കാലയളവിന്റെ തുടക്കം മുതൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കിയിരുന്നു. എന്നാൽ ഒറ്റ വിഷയത്തിൽ മാത്രം ഒതുങ്ങി സഭ ബഹിഷ്കരിക്കുന്ന നിലപാട് തുടർന്നാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് സ്വർണ്ണക്കൊള്ളയിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. ഇന്ന് സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം അറിയിച്ചു. ഞങ്ങളുടെ 2 അംഗങ്ങൾ CR മഹേഷും നജീബ് കാന്തപുരവും ഇന്ന് സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്ന വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത് കോടതിയോടുള്ള സമരമാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമായിട്ടല്ല വരിക. യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമാണിത്. ഹൈക്കോടതിയാണ് SITയുടെ കാര്യങ്ങൾ നോക്കുന്നതും
ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും. പ്രതിപക്ഷ നിരയിൽ നിന്ന് നജീബ് കാന്തപുരവും CR മഹേഷുമാണ് സത്യാഗ്രഹം ഇരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ സഭയ്ക്കകത്തും പുറത്തും പ്രക്ഷോഭം ശക്തമാക്കാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പയ്യന്നൂർ CPM ഫണ്ട് തട്ടിപ്പിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചു. വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന് സ്പീക്കർ നിലപാടെടുത്തു. പ്രതിഷേധിച്ച സ്ത്രീകളടക്കമുള്ളവരെ തല്ലിച്ചതച്ച CPMന്റെ അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പുറത്തുവരുന്നത് CPMന്റെ ജീർണതയാണെന്നും മുഖ്യമന്ത്രിയും പാർട്ടിയും പ്രതിരോധത്തിലാകാതിരിക്കാനാണ് സഭയിൽ ചർച്ച ചെയ്യാത്തതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ CPMനെ പ്രതിരോധത്തിലാക്കിയ പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പ് വിവാദം സഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. രക്തസാക്ഷിത്വ ഫണ്ട് തട്ടിപ്പിൽ MLA TA മധുസൂദനന്റെ രാജി ആവശ്യപ്പെട്ട് നടന്ന സമരത്തിന് നേരെയുണ്ടായ അക്രമ സംഭവങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഇരിക്കൂർ MLA സജീവ് ജോസഫാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ സഭയിൽ ചർച്ച ചെയ്യാൻ മാത്രം വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ ആദ്യ സബ്മിഷനായി വിഷയം ഉന്നയിക്കാമെന്നും സ്പീക്കർ നിലപാടെടുത്തു. സീറ്റിലിരിക്കുന്നതിനൊക്കെ തരില്ല. എനിക്ക് മൈക്ക് തരാൻ അങ്ങനെ ടീമിനെ ഇരുത്തിക്ക്. അതൊക്കെ എനിക്ക് മൈക്ക് തരില്ലെന്നൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങയോട് പറയുന്നത് അങ്ങയുടെ ഭാഗം തന്നെ എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ശരിയാണ്. അങ്ങ് ചെയറിലിരുന്നുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത്. സ്ത്രീകളടക്കമുള്ള സമരക്കാരെ തല്ലിച്ചതച്ച CPMന്റെ അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്നും വിഷയത്തിന് അതീവ പ്രാധാന്യമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇവിടേക്ക് മാർച്ച് നടക്കുന്ന ആളുകളെ പുറകിൽ നിന്ന് വന്ന് സ്ത്രീകളടക്കമുള്ള ആളുകളെ കുറുവടികളുമായി ആക്രമിച്ച് നിരവധി പേര് ആശുപത്രിയിൽ കിടക്കുകയും ഇവരെയെല്ലാം കൊന്നൊടുക്കുമെന്ന് CPM നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗൗരവതരമായ ഒരു വിഷയം ഈ സഭയിലല്ലാതെ പിന്നെ എവിടെ പോയി പറയും? ഈ സഭ സമർപ്പിക്കുമ്പോൾ അങ്ങ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് അടിയന്തര പ്രാധാന്യം എന്ന് പറഞ്ഞത്? ഓർഡർ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല എന്ന് പറഞ്ഞു. ശ്രീ ശ്രദ്ധ ക്ഷണിക്കൽ. നടുത്തളത്തിൽ ഇറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സ്പീക്കറുടെ ഡയസിന് ചുറ്റും നിന്ന് മുദ്രാവാക്യം വിളിച്ചു. ബഹളത്തിനിടയിലും ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ തുടർന്ന് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തിറങ്ങി. പുറത്തുവരുന്നത് CPMന്റെ ജീർണതയുടെ മുഖമെന്നും സ്വന്തം നാട്ടിൽ നടക്കുന്ന ക്രൂരതകൾ കണ്ടിട്ടും മൗനം തുടരുന്ന മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിയായി തുടരാൻ യോഗ്യതയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. പോലീസ് ജീപ്പിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞവനെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക് ആഭ്യന്തരമന്ത്രിയുടെ കസേരയിലിരിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? അതേസമയം പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് സഭയിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നടന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള ലോക്ഭവന്റെ കത്തിന് മറുപടി നൽകില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ. കത്ത് ലോക്ഭവൻ ആദ്യം നൽകിയത് മാധ്യമങ്ങൾക്കാണെന്നും അതിന്റെ പകർപ്പാണ് സ്പീക്കർക്ക് ലഭിച്ചതെന്നുമാണ് ആരോപണം. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരായ കടുത്ത വിമർശനങ്ങൾ ഗവർണർ വായിക്കാതിരിക്കുകയും മുഖ്യമന്ത്രി പിന്നീടത് സഭയിൽ ചൂണ്ടിക്കാട്ടിയതും വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ലോക്ഭവൻ സ്പീക്കർക്ക് കത്ത് നൽകിയത്. കേന്ദ്രത്തിനെതിരായ കടുത്ത ചില വിമർശനങ്ങൾ ഒഴിവാക്കിയും ചിലത് കൂട്ടിച്ചേർത്തുമുള്ള ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവും തുടർന്ന് ഒഴിവാക്കിയ ഭാഗങ്ങൾ മുഖ്യമന്ത്രി സഭയിൽ വായിച്ചതും വിവാദമായിരുന്നു. മന്ത്രിസഭ അംഗീകരിച്ച് എഴുതി നൽകിയ നയപ്രഖ്യാപനം മാത്രം ഔദ്യോഗിക രേഖയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അവാസ്തവമായ കാര്യങ്ങളാണ് വായിക്കാതെ ഒഴിവാക്കിയതെന്ന് ലോക്ഭവൻ വിശദീകരിച്ചെങ്കിലും മുഖ്യമന്ത്രി സഭയിൽ ആ ഭാഗങ്ങൾ വായിച്ചതിൽ ഗവർണർ അതൃപ്തിയിലായിരുന്നു. ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ലോക്ഭവൻ സ്പീക്കർക്ക് കത്ത് നൽകിയത്. എന്നാൽ ആ കത്ത് നൽകിയ രീതിയെ വിമർശിച്ചാണ് സ്പീക്കർ രംഗത്ത് വന്നത്. സാധാരണ നിലയിൽ ഒരു ഗവർണർ സ്പീക്കർക്ക് കത്തയക്കുമ്പോൾ ആ കത്ത് സ്പീക്കർക്കാണ് ആദ്യം ലഭിക്കേണ്ടത്. പക്ഷേ കത്ത് കോപ്പിയുടെ നിങ്ങൾക്ക് ലഭിച്ചത്. കാരണം നിങ്ങൾക്ക് ലഭിച്ച വിഷയം നിങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഒരു ശരിയാണോ? നിങ്ങൾ ഗവർണർ ഓഫീസ് പരിശോധിക്കും. ഗവർണർ അങ്ങനെ ചെയ്തെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഓഫീസ് പരിശോധിക്കേണ്ട കാര്യമാണ്. ആ കത്തിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഹൈലി കോൺഫിഡൻഷ്യൽ എന്നാണ്. അതാണ് അതിന്റെ വിരോധാഭാസം. പക്ഷെ അതിൽ ഹൈലി കോൺഫിഡൻഷ്യൽ ആയ ഒരു വിവരമില്ല. കാരണം അതൊക്കെ ജനം അറിഞ്ഞ കാര്യമാണ്. ഞങ്ങൾക്ക് ലഭിച്ചത് കോപ്പിയാണ്. നയപ്രഖ്യാപനത്തിലെ സംഭവ വികാസങ്ങളിൽ ഗവർണർ ഇടപെടൽ നടത്തിയ സാഹചര്യത്തിൽ തുടർ നടപടി എന്താകുമെന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ഇറാനെതിരെയുള്ള സൈനിക നടപടികൾക്ക് UAEയുടെ വ്യോമാതിർത്തിയോ പ്രദേശങ്ങളോ നാവികാതിർത്തിയോ ഉപയോഗിക്കാൻ അനുമതി നൽകില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒരു തരത്തിലുമുള്ള ലോജിസ്റ്റിക്കൽ പിന്തുണയും ഇക്കാര്യത്തിൽ UAE നൽകില്ല. സംവാദം, അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സംഘർഷം ലഘൂകരിക്കുക, രാജ്യത്തിന്റെ പരമാധികാരത്തോടുള്ള ബഹുമാനം എന്നിവയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധികൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ എന്നതാണ് UAE വിശ്വസിക്കുന്നതെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സൗദിയിൽ കഴിഞ്ഞ മാസം വ്യവസായ ധാതു വിഭവ മന്ത്രാലയം 168 പുതിയ വ്യാവസായിക പദ്ധതികൾക്ക് ലൈസൻസുകൾ അനുവദിച്ചതായി റിപ്പോർട്ട്. ഡിസംബറിൽ 117 പുതിയ ഫാക്ടറികളിൽ ഉത്പാദനം ആരംഭിച്ചതായും പുതുതായി ലൈസൻസുകൾ അനുവദിച്ച വ്യാവസായിക പദ്ധതികളിൽ 198 കോടിയിലേറെ റിയാലിന്റെ നിക്ഷേപങ്ങൾ പ്രതീക്ഷിക്കുന്നതായിട്ടുമാണ് റിപ്പോർട്ട്. ഈ പദ്ധതികൾ രാജ്യത്തുടനീളം 1576 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കുവൈറ്റിൽ റമദാൻ മാസത്തിൽ പള്ളികളിൽ നോമ്പുതുറ നടത്തുന്നതിന് പുതിയ 7 നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇസ്ലാമിക കാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയത്. റമദാൻ മാസത്തിൽ പള്ളികളിലും പരിസരങ്ങളിലും നടക്കുന്ന പ്രവർത്തനങ്ങളും സുരക്ഷിതവും നിയന്ത്രിതവുമായ അന്തരീക്ഷത്തിൽ ആരാധനകൾ നിർവഹിക്കപ്പെടുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ തീരുമാനം. റമദാൻ മാസം അടുത്ത സാഹചര്യത്തിൽ നോമ്പുതുറ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നതിൽ പൊതുസമൂഹം കാണിക്കുന്ന വർദ്ധിച്ച താൽപര്യം കണക്കിലെടുത്താണ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഇഫ്താർ വിരുന്നുകളുടെ നടത്തിപ്പ്, മേൽനോട്ട സംവിധാനം, ശുചിത്വം, പൊതുസുരക്ഷ എന്നിവയെല്ലാം നിയന്ത്രണങ്ങളുടെ ഭാഗമായി വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പള്ളികളുടെ പരിധിക്കുള്ളിൽ ഇഫ്താർ ടെന്റുകൾ സ്ഥാപിക്കരുത്. ടെന്റുകളിൽ വൈദ്യുതി ബന്ധം സ്ഥാപിക്കുന്നത് കർശനമായി നിരോധിക്കുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. പള്ളികളിൽ വെച്ച് ഇഫ്താർ വിരുന്നുകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ പള്ളിയിലെ ഇമാമുമായി ഏകോപനം നടത്തി ബന്ധപ്പെട്ട ഭരണവിഭാഗത്തിന് ഔദ്യോഗിക അപേക്ഷ സമർപ്പിച്ച് അനുമതി നേടണം എന്നതടക്കം 7ഓളം നിയന്ത്രണങ്ങളാണ് പുതുതായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. കുവൈറ്റിൽ പ്രവാസികൾക്ക് വ്യക്തിപരമായ ഉപയോഗത്തിന് പരമാവധി 3 വാഹനങ്ങൾ വരെ സ്വന്തമാക്കാൻ അനുമതിയുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം. ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള ബുഹസനാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രവാസികൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന വാഹനങ്ങളിൽ മോട്ടോർ സൈക്കിളുകൾ, പിക്കപ്പ് ട്രക്കുകൾ, മറ്റു തരത്തിലുള്ള കാറുകൾ എന്നിവ ഉൾപ്പെടാമെന്നും അദ്ദേഹം വിശദീകരിച്ചു. നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അനുമതി ഉണ്ടായിരിക്കും. എന്നാൽ 3 വാഹനങ്ങളിൽ അധികമുള്ള പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ പ്രവാസികൾക്ക് വ്യക്തിപരമായി സ്വന്തം പേരിൽ 1 വാഹനം മാത്രമാണ് രജിസ്റ്റർ ചെയ്യാൻ അനുമതിയുണ്ടായിരുന്നത്. ഇന്ത്യയുടെ 77ാം റിപ്പബ്ലിക് ദിനം കുവൈറ്റിലെ ഇന്ത്യൻ എംബസി വിപുലമായി ആഘോഷിച്ചു. എംബസി ആസ്ഥാനത്ത് സ്ഥാനപതി പരിമിത ത്രിപാഠി മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ദേശീയ പതാക ഉയർത്തി. തുടർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദേശം വായിച്ചു. പിന്നീട് ഇന്ത്യൻ സ്കൂൾ കുട്ടികളുടെ നൃത്തങ്ങളും ഗാനങ്ങളും അരങ്ങേറി. കുവൈറ്റിലെ ശക്തമായ തണുപ്പിനെ അവഗണിച്ചും ആയിരക്കണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. അതോടൊപ്പം പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് അഭിനന്ദന സന്ദേശം അയച്ചു. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനും ഇന്ത്യക്കും അവിടുത്തെ ജനങ്ങൾക്കും ആരോഗ്യവും കൂടുതൽ പുരോഗതിയും സമൃദ്ധിയും അമീർ ആശംസിച്ചു. രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി കൊണ്ടുപോകാൻ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് അബുദാബി. ആരോഗ്യ മേഖലയ്ക്ക് കരുത്തേകുന്ന പദ്ധതിയുടെ പരീക്ഷണ ഘട്ടമാണ് പൂർത്തിയായത്. രോഗനിർണയത്തിനുള്ള സമയം ഗണ്യമായി കുറയ്ക്കാൻ ഡ്രോൺ ഉപയോഗം സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതോടൊപ്പം രോഗീ പരിചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും കൂടുതൽ സമയം ലഭിക്കും. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലബോറട്ടറി ശൃംഖലയായ പ്യുർ ലാബും LODD ഓട്ടോണോമസുമായി സഹകരിച്ചാണ് രക്തസാമ്പിളുകൾ എത്തിക്കുന്നതിനായുള്ള ഡ്രോൺ ഉപയോഗം പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയത്. അബുദാബി ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിൽ നിന്നും പ്യുർ ലാബിന്റെ ആസ്ഥാനത്തേക്കാണ് ഡ്രോണിൽ രക്തസാമ്പിളുകൾ എത്തിച്ചത്. കുവൈറ്റിൽ അലി അൽഗാനിം ആൻഡ് സൺസ് കമ്പനി കമ്മ്യൂണിറ്റി സംരംഭത്തിന്റെ ഭാഗമായി അനുവദിച്ച ആധുനിക പെട്രോളിംഗ് വാഹനങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറി. 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ സാന്നിധ്യത്തിലാണ് വാഹനങ്ങൾ കൈമാറിയത്. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സർക്കാർ ഏജൻസികളെ പിന്തുണയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് കമ്പനി വാഹനങ്ങൾ കൈമാറിയത്. സർക്കാർ ഏജൻസികളും സ്വകാര്യ മേഖലയും തമ്മിലുള്ള സംയോജനത്തിന്റെയും സൃഷ്ടിപരമായ സഹകരണത്തിന്റെയും ഉദാഹരണമാണ് ഈ സംരംഭമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. സുരക്ഷാ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനോടൊപ്പം പെട്രോളിംഗ് ചുമതലകൾ നിർവഹിക്കുന്നതിൽ സുരക്ഷാ സേനയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുവാനും ഇതുവഴി സാധിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ സ്വകാര്യ മേഖലയിൽ ഡെന്റൽ മെഡിസിൻ പ്രൊഫഷനിൽ 2ാം ഘട്ട സൗദിവൽക്കരണത്തിന് ഇന്നു മുതൽ തുടക്കമായതായി സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയവും ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു. ഡെന്റൽ സ്പെഷ്യാലിറ്റികളിൽ 3ഓ അതിലധികമോ ജീവനക്കാരുള്ള എല്ലാ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും ഇന്നു മുതൽ 55% സ്വദേശിവൽക്കരണം പാലിച്ചിരിക്കണം. ഡെന്റൽ മെഡിസിൻ മേഖലയിൽ സൗദി ഡോക്ടറെ സൗദിവൽക്കരണ കോട്ടയിൽ ഉൾപ്പെടുത്തി കണക്കാക്കണമെങ്കിൽ ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവരുടെ പ്രതിമാസ ശമ്പളം 9,000 റിയാലിൽ കുറവാകാൻ പാടില്ലെന്ന് വ്യവസ്ഥയുണ്ട്.
സൗദിയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള മലയാളി കലാകാരന്മാരുടെ പൊതുകൂട്ടായ്മയായ സൗദി കലാസംഘത്തിന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഓൺലൈനിൽ നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. റഹീം ബർദന്നൂർ തബൂക്ക്, വിജേഷ് ചന്ദ്രു ജിദ്ദ, ജനറൽ സെക്രട്ടറി തങ്കച്ചൻ വർഗീസ്, റിയാദ് ട്രഷറർ ആണ് പ്രധാന ഭാരവാഹികൾ. നവാസ് ഭീമാപ്പള്ളി, അൽതാഫ് കോഴിക്കോട് എന്നിവർ രക്ഷാധികാരികളാണ്. സാദിഖ് അലി തൂവൂർ, KM നസീബ് എന്നിവർ മീഡിയ കൺവീനർമാരാണ്. ഹസൻ കൊണ്ടോട്ടി, ഷബാന അൻഷാദ്, സോഫിയ സുനിൽ, ഇസ്മയിൽ കുന്നുംപുറത്ത്, സഹാന നിസാം എന്നിവർ സഹഭാരവാഹികളാണ്. സൗദി അറേബ്യയുടെ വിവിധ പ്രവിശ്യകളിലുള്ള പ്രവാസി മലയാളി കലാകാരന്മാരെയും കലാസ്നേഹികളെയും ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് SKS എന്ന പൊതുവേദി നിലവിൽ വന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യോൽപ്പന്ന പ്രദർശനമേളയായ ഗൾഫ് ഫുഡ് എക്സിബിഷൻ ദുബായിൽ ആരംഭിച്ചു. 195 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രദർശകർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലും ദുബായ് എക്സ്പോ സിറ്റിയിലുമായാണ് ഇത്തവണ ഗൾഫ് ഫുഡ് പ്രദർശനം നടക്കുന്നത്. ഇന്ത്യയാണ് ഇത്തവണ ഗൾഫ് ഫുഡ് മേളയുടെ പങ്കാളിത്ത രാജ്യം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഗൾഫ് ഫുഡ് പ്രദർശനമേള സന്ദർശിച്ചു. ഭക്ഷ്യോൽപ്പന്ന വ്യാപാരത്തെ പിന്തുണയ്ക്കുന്നതിലും വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിലും UAE പ്രാദേശികമായും അന്തർദേശീയമായും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലും ദുബായ് എക്സ്പോ സിറ്റിയിലെ എക്സിബിഷൻ സെന്ററിലുമായാണ് ഇത്തവണ ഗൾഫ് ഫുഡ് പ്രദർശനം നടക്കുന്നത്. 195 രാജ്യങ്ങളിൽ നിന്നുള്ള 8500 പ്രദർശകരാണ് ഇത്തവണ ഗൾഫ് ഫുഡിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 100% അധികം പ്രാതിനിധ്യം ഇത്തവണ ഗൾഫ് ഫുഡ് മേളയിലുണ്ട്. ഇന്ത്യയാണ് ഇത്തവണത്തെ ഗൾഫ് ഫുഡ് പ്രദർശനമേളയുടെ പങ്കാളിത്ത രാജ്യം. UAEയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തൽ ഇന്ത്യയുടെ പവലിയൻ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് സെക്രട്ടറി അവിനാഷ് ജോഷി, അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ അഭിഷേക് ദേവ് എന്നിവരും സംബന്ധിച്ചു. റീറ്റെയിൽ ഭക്ഷ്യോൽപ്പന്ന മേഖലയിൽ നിന്നുള്ള നല്ല പ്രവണതകൾ ഇത്തവണത്തെ ഗൾഫ് ഫുഡ് പ്രദർശനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. ഇന്ത്യയിലെ 25 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 161 പ്രദർശകരാണ് ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നത്. ഭക്ഷണം എന്നത് നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ്. പക്ഷേ ഹെൽത്തി ഫുഡാണ് ഇപ്പോഴത്തെ സ്ലോഗൻ. ഒബിസിറ്റി, അതുപോലെ പല രോഗങ്ങളും ഉണ്ടാകുന്നത് ഈ വയറ്റിൽ നിന്നാണ്, അതായത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള പുതിയ ഇന്നോവേഷനിൽ രോഗം വരാതിരിക്കാനും ഇത് കഴിച്ചിട്ട് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാനും ഉള്ള ഒരുപാട് ഇന്നോവേഷൻസ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭക്ഷ്യോൽപ്പന്ന മേഖലയിലെ പുതിയ പ്രവണതകളും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രുചി വൈവിധ്യവുമൊക്കെ മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആഗോള ഭക്ഷ്യോൽപാദന രംഗത്തെ പുത്തൻ മാറ്റങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും രുചിച്ചും അറിയാനുള്ള അവസരം ഇത്തവണത്തെ ഗൾഫ് ഫുഡ് എക്സിബിഷനിലുണ്ട്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. സൗദി അറേബ്യയുടെ ടൂറിസം മേഖലയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 2,50,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് അറിയിച്ചു. റിയാദിൽ നടന്ന 3ാമത് ഗ്ലോബൽ ലേബർ മാർക്കറ്റ് കോൺഫറൻസിലെ പാനൽ ചർച്ചയിലാണ് അദ്ദേഹം ഈ നേട്ടം വ്യക്തമാക്കിയത്. ഇതോടെ ഈ മേഖലയിലെ ജീവനക്കാരുടെ എണ്ണം 7.5 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷത്തിലധികമായി ഉയർന്നു. ഈ മേഖലയിലെ ജീവനക്കാരിൽ 45% വനിതകളാണ് എന്നതും ശ്രദ്ധേയമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ന്യൂസിലൻഡ് 4ാം T20 നാളെ വിശാഖപട്ടണത്ത് നടക്കും. ഇന്ത്യൻ ടീമിലും ന്യൂസിലൻഡ് ടീമിലും മാറ്റങ്ങൾ ഉണ്ടായേക്കും. മലയാളി താരം സഞ്ജു സാംസൺ ഓപ്പണറായി സ്ഥാനം നിലനിർത്തുമോ എന്നതാണ് പ്രധാന ആകാംക്ഷ. ആദ്യ 3 മത്സരങ്ങളിലും സഞ്ജു നിരാശപ്പെടുത്തിയിരുന്നു. തിലക് വർമ്മ ടീമിൽ തിരിച്ചെത്താത്ത സാഹചര്യത്തിൽ സഞ്ജു സാംസൺ തുടരാനാണ് സാധ്യത. അഭിഷേക് ശർമ്മയ്ക്ക് വിശ്രമം അനുവദിച്ച ഇഷാൻ കിഷൻ സഞ്ജുവിനൊപ്പം ഓപ്പൺ ചെയ്തേക്കും. ശ്രേയസ് 3ാം നമ്പറിലും സൂര്യകുമാർ 4ാം നമ്പറിലും ഇറങ്ങിയേക്കും. വരുൺ ചക്രവർത്തിയും അർഷദീപ് സിംഗും തിരിച്ചെത്തും. സന്തോഷ് ട്രോഫിയിൽ വിജയക്കുതിപ്പ് തുടർന്ന് കേരളം. ഗ്രൂപ്പ് ബിയിലെ 3ാം മത്സരത്തിൽ ഒഡീഷയെ കീഴടക്കി. എതിരില്ലാത്ത ഒരു ഗോളിനാണ് കേരളത്തിന്റെ ജയം. 22ാം മിനിറ്റിൽ ഒഡീഷ താരത്തിന്റെ പിഴവ് മുതലെടുത്താണ് കേരളം വലകുലുക്കിയത്. ഷിജിൻ ടി ആണ് വിജയ ഗോൾ നേടിയത്. 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമാണ് കേരളത്തിനുള്ളത്. മറ്റന്നാൾ മേഘാലയക്കെതിരെയാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.